സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിമ്മി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പാർട്ട് 3 സെക്ഷൻ ആണ് അല്ലേ. അപ്പം ഈ ഒരു സെക്ഷനിൽ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ നിമ്മി ബേസ് ചെയ്തിട്ടുള്ള നിമ്മി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പോർഷൻസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് കവർ ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? വിച്ച് ഈസ് ലോക്കൽ അട്രാക്ഷൻ ഇൻ കോമ്പസ് സർവേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കാം, എന്നിട്ട് നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ആൻസേഴ്സ് മാർക്ക് ചെയ്യുക. അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഏരിയാസ് കവർ ചെയ്തതിന് ശേഷം ആൻസേഴ്സ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്തെങ്കിലും അറിയാത്ത ഏരിയാസ് നിങ്ങൾക്ക് ഇതിൽ ഉണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങളൊരു ഷോർട്ട് നോട്ടിലേക്ക് മാറ്റി എഴുതാൻ മറന്നു പോരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് അല്ലേ, ഓപ്ഷൻസ് എന്താണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. വിച്ച് ഈസ് ലോക്കൽ അട്രാക്ഷൻ ഇൻ കോമ്പസ് സർവേ? ഓപ്ഷൻ എ ഹിൽസ്, ഓപ്ഷൻ ബി സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, ഓപ്ഷൻ സി ട്രീസ്, ഓപ്ഷൻ ഡി ബിൽഡിംഗ്. അല്ലേ, കുറച്ചുകൂടെ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ആവാനുണ്ട്. എന്നാലും ഞാനിവിടെ ഒന്ന് ക്ലിയർ ആക്കി തരാം. നമ്മുടെ അടുത്ത് ഇവിടെ ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലോക്കൽ അട്രാക്ഷൻ അല്ലേ, ലോക്കൽ അട്രാക്ഷന് കാരണമാകുന്നത് എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്തായിരിക്കും? നിങ്ങൾക്ക് പല ആളുകൾക്കും അറിയുണ്ടാവും അല്ലേ. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എന്താണ് ഈ ഒരു ലോക്കൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം മാഗ്നറ്റിക് മെറീഡിയൻ ഒക്കെ കാണുന്ന സമയത്ത് ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ എവിടെയാണ് പോയിന്റ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പം മാഗ്നറ്റിക് നീഡിൽ എപ്പോഴും പോയിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് നീഡിൽ ഓൾവേസ് പോയിന്റിങ് ടു നോർത്ത് ആയിരിക്കും, നോർത്ത് സൈഡിലേക്കായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അറിയണ്ടാവില്ല. അപ്പൊ അതിൽ നോർത്തിലായിരിക്കും മാഗ്നറ്റിക് നീഡിൽ എപ്പോഴും പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ ചില സമയങ്ങളിൽ നമുക്ക് ഇതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ കറക്റ്റ് അല്ലാണ്ട് വരും അല്ലേ. അപ്പം ആ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റർബിങ് ഫോഴ്സിനെ നമ്മൾ പറയുന്നതാണ് ലോക്കൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, മാഗ്നറ്റിക് നീഡിൽ ഓൾവേസ് പോയിന്റിങ് നോർത്ത് ആണെന്ന് പറയുന്നത്, നോർത്ത് ആണെന്നാണ് നമ്മൾ പറയുക. അപ്പം ആ ഒരു മാഗ്നറ്റിക് നോർത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു മാഗ്നറ്റിക് നോർത്തിന് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബിങ് ഫോഴ്സിന്റെ കാരണത്താൽ കറക്റ്റ് അതിന്റെ പോയിന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ അല്ലേ. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു ഡിസ്റ്റർബിങ് ഫോഴ്സിനെ നമ്മൾ പറയുന്നതാണ് ലോക്കൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു ലോക്കൽ അട്രാക്ഷൻ ഉണ്ടാവാൻ എന്തൊക്കെ കാരണമാണ് ഉണ്ടാവുന്നതെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റീൽ അല്ലെങ്കിൽ അയൺ ഒക്കെ അടുത്തുണ്ടെങ്കിൽ ഈ ഒരു മാഗ്നറ്റിക് പോയിന്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് നീഡിൽ അതിലേക്കാണ് കുറച്ചുകൂടെ അട്രാക്റ്റ് ആവുക. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിന്റെ ആ ഒരു മാഗ്നറ്റിക് പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു മാഗ്നറ്റിക് നീഡിൽ കറക്റ്റ് മാഗ്നറ്റിക് നോർത്തിൽ ആയിരിക്കില്ല അല്ലെ. അപ്പം എന്തൊക്കെയാണ്? സ്റ്റീല്, അതുപോലെ തന്നെ അയേൺസ്, അതുപോലെ തന്നെ റെയില്, പിന്നെ അതുപോലെ തന്നെ അയൺ ലാംപ്സ് ഒക്കെ അല്ലെ, അയൺ ലാംപ്സ്, അയൺ പൈപ്സ്, ഇതൊക്കെ ഇങ്ങനത്തെ കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. നമുക്കൊന്നുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ അതിനെ നോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. ലോക്കൽ അട്രാക്ഷൻ അല്ലെ, എന്താണ് ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്? അത് പറയുന്നതിന്റെ മുന്നേ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. മാഗ്നറ്റിക് meridian of a place is established by the magnetic needle which is not attracted by other attractive forces, always the magnetic needle pointing magnetic north അല്ലേ. അപ്പം ഒരു അട്രാക്റ്റീവ് ഫോഴ്സസും അതിനെ എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ ഓൾവേസ് പോയിന്റിങ് മാഗ്നറ്റിക് നോർത്ത് ആയിരിക്കും. നമ്മൾ അടുത്തത് നോക്കാം. അടുത്ത കണ്ടീഷൻ, ഇഫ് ദ കോമ്പസ് ഈസ് പ്ലേസ്ഡ് അണ്ടർ ദ എക്സ്റ്റേണൽ അട്രാക്റ്റീവ് ഫോഴ്സസ് ലൈക്ക് മാഗ്നറ്റിക് റോക്ക്, ഓരോന്ന് ഞാൻ അണ്ടർലൈൻ ചെയ്യാം. മാഗ്നറ്റിക് റോക്ക്, അയൺ ഓർ ആൻഡ് ഓൾസോ ബൈ സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, റെയിൽസ്, ഇലക്ട്രിക് കേബിൾസ് conveying electric current, iron pipes, iron lamp post, etc. may affect the magnetic needle of the compass. Due to these external attractive forces, we cannot able to find the normal position of the magnetic meridian. അപ്പം such a disturbing force is known as local attraction. എന്താണ് ലോക്കൽ അട്രാക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആ ഒരു ഡിസ്റ്റർബിങ് ഫോഴ്സിനാണല്ലേ നമ്മൾ ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവല്ലോ. ഇവിടെ നമുക്ക് ഈ അണ്ടർലൈൻ
ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക കേട്ടോ. കാരണം സ്റ്റീൽ സ്ട്രക്ചേഴ്സും റെയിലും ഇലക്ട്രിക് കേബിൾസും കൺവേയിങ് ഇലക്ട്രിക് കറണ്ട് അയോൺ പൈപ്പ്സും ഇതൊക്കെ നമുക്ക് മേ ബി എക്സാമ്പിൾ വെച്ച് ചോദിച്ചുകൂടാന്നില്ല അല്ലേ. അപ്പൊ ഇതുവരെ അങ്ങനെ ഒന്നും എടുത്ത് ചോദിച്ചിട്ടില്ല. എന്നാലും പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കി പഠിക്കുക. പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു എക്സാമ്പിൾസ് തന്നെ ഇങ്ങനെ എടുത്ത് പഠിക്കണം എന്നില്ല അല്ലെ. ആ ഒരു മാഗ്നറ്റിക് അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്ത് കണ്ടന്റ് ആണെങ്കിലും അയേൺ സ്റ്റീലും ഒക്കെ നമുക്ക് അറിയാം അല്ലെ. മാഗ്നറ്റിക്കലി നമ്മൾ എന്തായാലും നോർത്തിൽ വെക്കുന്ന സമയത്ത് അത് അട്രാക്റ്റഡ് ആവുന്നു. അപ്പം അങ്ങനെ മനസ്സിലാക്കി വെച്ച് പഠിച്ചാലും അതാണ് നല്ലത് കുറച്ചുകൂടെ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പോയിന്റ്സ് എങ്കിലും അറിഞ്ഞിരിക്കാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ വിച്ച് ഈസ് ലോക്കൽ അട്രാക്ഷൻ ഇൻ കോമ്പസ് സർവേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ. സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 1 എല്ലാവർക്കും ആൻസർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് നീഡിൽ ഓൾവേസ് പോയിന്റിങ്? അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓപ്ഷൻസ് ഞാൻ വായിക്കാം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള നോട്ട്സ് ഒന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ലോക്കൽ അട്രാക്ഷൻ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടെ വായിച്ചു നോക്കുക. എന്നിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പം ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് നീഡിൽ ഓൾവേസ് പോയിന്റിങ്? ഓപ്ഷൻ എ ഈസ്റ്റ്, ഓപ്ഷൻ ബി സൗത്ത്, ഓപ്ഷൻ സി നോർത്ത്, ഓപ്ഷൻ ഡി വെസ്റ്റ് അല്ലെ. ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 2 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. നോർത്ത് ആണ് അല്ലെ. നമ്മൾ കുറച്ച് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഗ്നറ്റിക് നീഡിൽ ഓൾവേസ് പോയിന്റിങ് നോർത്ത് ആണ്. അപ്പം മനസ്സിലാക്കി പഠിക്കാം. ഇതാണല്ലേ നമ്മളത് പഠിക്കുന്ന സമയത്ത് ലോക്കൽ അട്രാക്ഷൻ ആണ് പറഞ്ഞതെങ്കിലും അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾ ഡെയിലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ വർക്കൗട്ട് ചെയ്യണമെന്ന് പറയാനുള്ള റീസൺ തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. വാട്ട് ഈസ് ദ എറർ ഇഫ് ദ കോമ്പസ് ഈസ് എഫക്റ്റഡ് ബൈ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് അല്ലേ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ദ പിവോട്ട് ബീയിങ് ബെൻഡ്, ഓപ്ഷൻ ബി ഇനാക്യുറേറ്റ് ലെവലിംഗ്, ഓപ്ഷൻ സി ലോക്കൽ അട്രാക്ഷൻ, ഓപ്ഷൻ ഡി ദ വെർട്ടിക്കൽ ഹയർ ബീയിങ് തിക്ക് അല്ലെ. ഏതാണ് ആൻസർ വരുന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഒരു എറർ അല്ലെ. The error if the compass is affected by the external influence അല്ലെ. എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് കാരണം ഉണ്ടാകുന്ന ഒരു അഫക്റ്റിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? അതിനെയാണല്ലേ നമ്മൾ ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുക. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ലോക്കൽ അട്രാക്ഷൻ ആണ് ഇതിനെ നമ്മൾ പറയുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. എന്താണ്? വിച്ച് മെത്തേഡ് ഈസ് മോർ ആക്യുറേറ്റ് ഇൻ പ്ലോട്ടിങ് എ കോമ്പസ് സർവേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോമ്പസ് സർവേയിൽ പ്ലോട്ടിങ് ചെയ്യുന്ന സമയത്ത് ഏത് മെത്തേഡാണ് മോർ ആക്യുറേറ്റ്? ഓപ്ഷൻസ് ഞാൻ വായിക്കാം. അറിയുന്നവരാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അറിയാത്തവരാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആൻസറിലേക്ക് വരാം അല്ലേ. അപ്പം ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പറിൽ ഓപ്ഷൻ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ പേപ്പർ പ്രൊട്രാക്ടർ മെത്തേഡ്, ഓപ്ഷൻ ബി റെക്ടാങ്കുലർ കോർഡിനേറ്റ് മെത്തേഡ്, ഓപ്ഷൻ സി ഇൻക്ലൂഡഡ് ആംഗിൾ മെത്തേഡ്, ഓപ്ഷൻ ഡി പാരലൽ മെറിഡിയൻ മെത്തേഡ്. അപ്പൊ നമ്മള് കോമ്പസ് സർവേയിൽ പ്ലോട്ടിങ്ങിനുള്ള മെത്തേഡ്സ് ആദ്യം ജസ്റ്റ് ചെയ്യാൻ പറയാം. എനിക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡും പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം ഒന്ന് എടുത്ത് പറയുന്നേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ എടുത്ത് പറയുന്നില്ല. അപ്പൊ എന്താണ് പ്ലോട്ടിംഗ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ കോമ്പസ് വഴി ഒരു മെഷർമെന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനെ കറക്റ്റ് നമ്മൾ ആ ഒരു പേപ്പറിലേക്ക് ഇതേ രീതിയിൽ ഇങ്ങനെ പ്ലോട്ട് ചെയ്തെടുക്കുന്നത് അല്ലേ. അപ്പം ആ ഒരു പ്ലോട്ടിങ് മെത്തേഡിൽ നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം എന്തൊക്കെയാണ് ആ ഒരു പ്ലോട്ടിങ് മെത്തേഡ്സ്? ജസ്റ്റ് ആ ഒരു പേര് മാത്രമാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് മെത്തേഡാണ് ബൈ പാരലൽ meridian through each station by meridian through each station. സെക്കൻഡ് എന്താണ്? സെക്കൻഡ് മെത്തേഡ് വരുന്നതാണ് ബൈ ഇൻക്ലൂഡഡ് ആംഗിൾ മെത്തേഡ്. ബൈ included angle method. തേർഡ് വണ്ണ് വരുന്നതാണ് ബൈ പേപ്പർ പ്രൊട്രാക്ടർ മെത്തേഡ്. ബൈ പേപ്പർ
പ്രൊട്രാക്ടർ മെത്തേഡ് അല്ലേ. ഇനി ഫോർത്ത് വണ്ണ് വരുന്നതാണ് ബൈ റെക്ടാങ്കുലർ കോഓർഡിനേറ്റ് മെത്തേഡ് അല്ലേ. അപ്പം ഇത്രയുമാണ് നമ്മൾ പ്ലോട്ടിങ്ങിന് വരുന്നത് അല്ലേ. പ്ലോട്ടിംഗ് ഓഫ് കോമ്പസ് ട്രാവേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നോക്കേണ്ടതാണ് ഈ ഒരു 4 മെത്തേഡ്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് മെത്തേഡിന്റെ പേര് മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഈ ഒരു റെക്ടാങ്കുലർ കോർഡിനേറ്റ് മെത്തേഡ് ആണ് അല്ലെ. റെക്ടാങ്കുലർ കോർഡിനേറ്റ് മെത്തേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തെഴുതുന്നുണ്ട്. റെക്ടാങ്കുലർ കോഓർഡിനേറ്റ് മെത്തേഡ് അല്ലെ. കോഓർഡിനേറ്റ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് ചെറിയ 2 പോയിന്റ് നോക്കാനുള്ളൂ. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ്, പ്ലോട്ടിങ്ങിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഈ ഒരു റെക്ടാങ്കുലർ കോർഡിനേറ്റ് മെത്തേഡ് ആണ്. അതുപോലെ തന്നെ എറേഴ്സ് അക്യുമുലേറ്റ് ചെയ്യാത്ത എററും ഈ ഒരു റെക്ടാങ്കുലർ കോർഡിനേറ്റ് മെത്തേഡ് തന്നെയാണ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് പ്ലോട്ടിംഗ്. അതുപോലെ വേറെന്ത് കാര്യമാണ് നോക്കേണ്ടത്? ഇൻ ദിസ് മെത്തേഡ് the errors are not accumulated. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്ലോട്ടിങ്ങിൽ നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് which method is more accurate in plotting a compass survey എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ വരിക? അവിടെ ഏതാണ് ആൻസർ വരിക? 4 ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 4 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, റെക്ടാങ്കുലർ കോർഡിനേറ്റ് മെത്തേഡ് അല്ലെ. റെക്ടാങ്കുലർ കോർഡിനേറ്റ് മെത്തേഡ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതൽ ആക്യുറേറ്റ് ആണ്, അല്ലെങ്കിൽ മോർ ആക്യുറേറ്റ് എന്ന് നമ്മളിത് പറയാൻ പറ്റും. മോർ ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് പ്ലോട്ടിംഗ് ആണ്. അതുപോലെ തന്നെ എറേഴ്സ് ആർ നോട്ട് അക്യുമുലേറ്റഡ് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. വാട്ട് ആംഗിൾ ഈസ് deferred due to ക്വസ്റ്റ്യൻ വായിക്കാം. വാട്ട് ആംഗിൾ ഈസ് deferred due is local attraction at a particular place detected in fore and back bearing line അല്ലെ. ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ 180 ഡിഗ്രി, ഓപ്ഷൻ ബി 270 ഡിഗ്രി, ഓപ്ഷൻ സി 45 ഡിഗ്രി, ഓപ്ഷൻ ഡി 90 ഡിഗ്രി അല്ലെ. അപ്പൊ നമ്മൾ ലോക്കൽ അട്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ലോക്കൽ അട്രാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ് ഫോർ ബിയറിങ്ങും അതുപോലെ തന്നെ ബാക്ക് ബിയറിങ്ങും അല്ലെ. ഫോർ ആൻഡ് ബാക്ക് ബിയറിംഗ് നമുക്ക് നോക്കാനുണ്ട്. എന്താണ് ഫോർ ബിയറിംഗ് ബാക്ക് ബിയറിംഗ് എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ആൻസറിലേക്ക് വരാം അല്ലെ. അപ്പം എന്താണ് ഫോർ ബിയറിംഗ് അല്ലെ. ഫോർ ബിയറിംഗ് നമ്മൾ ഇപ്പൊ കോമ്പസ് വെച്ചിട്ട് മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് അതിൽ ഫോർ ബിയറിംഗും വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്ക് ബിയറിംഗും വരുന്നുണ്ട്. ഫോർ ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോർ ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ആംഗിൾ എടുക്കുകയാണ്. അപ്പൊ അത് പ്രോഗ്രസ് ഓഫ് ദ സർവേ അല്ലെ. അപ്പൊ നമ്മള് സർവേ എടുക്കുന്നതിന്റെ പ്രോഗ്രസ് ഓഫ് ദ സർവേ ലൈനിലേക്കാണ് നമ്മൾ ബിയറിംഗ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിലാണ് നമ്മൾ ബിയറിംഗ് എടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോർ ബിയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഫോർ ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് സർവേ ഓർ ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ അല്ലെ. അപ്പം അതിനെയാണ് നമ്മൾ ഫോർ അല്ലെങ്കിൽ ഫോർവേഡ് ബിയറിംഗ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പൊ ജസ്റ്റ് എന്താണ് ഫോർ ബിയറിംഗ് എന്നുള്ളത് എഴുതാം. അപ്പൊ എന്താണ് ഫോർ ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബിയറിംഗ് of a line taken in the progress of survey or in the forward
direction is the for or forward bearing. ഇതിനെ നമ്മൾ എഫ് ബി എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യും അല്ലേ. ഇപ്പൊ ഫോർവേഡ് ബിയറിങ്ങിനെ എഫ് ബി എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഇനി നമുക്ക് എന്താണ് ബാക്ക് ബിയറിംഗ് നോക്കാം അല്ലെ. ബാക്ക് ബിയറിംഗ് എന്താണ് വരുന്നത്? ബാക്ക് ബിയറിംഗ് ആണെങ്കിൽ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത് ഫോർവേഡ് ബിയറിംഗ് ആണെങ്കിൽ ഈ ഒരു ബിയറിംഗ് നമ്മൾ എടുക്കുന്നത് പ്രോഗ്രസ് ഓഫ് ദ സർവേ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോർ ബിയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബാക്ക് ബിയറിംഗ് ആണെങ്കിലോ, ബാക്ക് ബിയറിംഗ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്നുണ്ടാവുക എങ്ങനെയായിരിക്കും? റിവേഴ്സ് ഓർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലെ. നമ്മൾ റിവേഴ്സ് ഓർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ബിയറിംഗ് എടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ബാക്ക് ബിയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബാക്ക് ബിയറിംഗ് എന്ന് പറയുന്നത്? ബിയറിംഗ് taken in the reverse or opposite അല്ലെ, or opposite direction is known as എന്താണ്? റിവേഴ്സ് or back bearing. ബാക്ക് ബിയറിംഗ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ ഫോർവേഡ് ബിയറിങ്ങിനെ എഫ് ബി എന്ന് പറഞ്ഞ പോലെ തന്നെ ബാക്ക് ബിയറിങ്ങിനെ നമ്മൾ ബി ബി എന്ന് പറയും. ബി ബി എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. എന്താണ് ഫോർ ബിയറിംഗ്, ബാക്ക് ബിയറിംഗ് എന്നുള്ളത് മനസ്സിലായി അല്ലെ. അപ്പൊ ഈ ഒരു നമ്മൾ ഫോർവേഡ് ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ബിയറിംഗ് എടുക്കുന്നതിൽ, അല്ലെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിൽ അല്ലെ, നമ്മൾ ഫോർവേഡ് ഡയറക്ഷനിൽ എടുക്കുന്ന അല്ലെങ്കിൽ പ്രോഗ്രസ് ഓഫ് ദ സർവേന്റെ ഡയറക്ഷനിൽ എടുക്കുന്ന ബിയറിങ്ങിനെയാണ് നമ്മൾ ഫോർ ബിയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ റിവേഴ്സ് എടുക്കുന്നതിനെയാണ് അല്ലെ, റിവേഴ്സ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എടുക്കുന്നതിനെയാണ് നമ്മൾ ബാക്ക് ബിയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് ഉണ്ടാവേണ്ടത്? അപ്പോൾ ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു ബാക്ക് ബിയറിംഗ് ഓഫ് എ ലൈൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫോർ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി ആണ് ഉണ്ടാവേണ്ടത്. അപ്പം എന്താണ് ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്നുള്ളത് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നുണ്ടാവല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വേറൊരു പേജിലേക്ക് ഞാൻ എഴുതാം. ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും അല്ലെ, അതിൽ ബാക്ക് ബിയറിംഗ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബാക്ക് ബിയറിംഗ് ഓഫ് എ ലൈൻ ഈസ് ഈക്വൽ ടു ഫോർ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ പ്ലസ് വരെ എപ്പോഴായിരിക്കും? പ്ലസ് സൈന് വരുന്നത്. യൂസ് പ്ലസ് സൈൻ ഇഫ് ദ ഗിവൺ ഫോർ ബിയറിംഗ് ലെസ് ദാൻ 180 ഡിഗ്രി അല്ലെ. ലെസ് ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ നമുക്കിവിടെ വരുന്നത് ഏത് സൈൻ ആയിരിക്കും? പ്ലസ് സൈൻ ആയിരിക്കും. മൈനസ് സൈന് വരികയാണെങ്കിൽ മൈനസ് സൈന് വരിക എപ്പോഴാണ്? ഇഫ് ഫോർ ബിയറിംഗ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി അല്ലെ. 180 ഡിഗ്രിയിൽ കൂടുതൽ വരികയാണെങ്കിൽ അവിടെ മൈനസ് ആയിരിക്കും വരിക എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. അതാണ് ഇവിടെ ണ്ട ഒരു പോയിന്റ്. അപ്പൊ നമുക്ക് ഒരു ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവേണ്ടത് 180 ഡിഗ്രി ആണ് എന്ന് നമ്മൾ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും തമ്മിലുള്ള ഡിഫറൻസ് 180 ഡിഗ്രി ആണെങ്കിൽ അവിടെ ലോക്കൽ അട്രാക്ഷൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഈ ഒരു ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും തമ്മിലുള്ള ഒരു ഡിഫറൻസ് 180 ഡിഗ്രി അല്ലെങ്കിൽ അല്ലെ, 180 ഡിഗ്രി അല്ലെങ്കിൽ നമുക്ക് ലോക്കൽ അട്രാക്ഷൻ അവിടെ എക്സിസ്റ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പം അതാണ് ഈ ഒരു കാര്യത്തിൽ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇത്രയും നോട്ട്സ് ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും പറഞ്ഞു. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോട്ടായിട്ടും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഡിറ്റക്ഷൻ ഓഫ് ലോക്കൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലോക്കൽ attraction at a particular place can be detected by observing the fore and back bearing of each lines and finding its difference. If it differs exactly 180 degree, there is no local attraction at both stations, provided instrument and observations errors are eliminated. But if the difference is not equal to
not equal to 180 degree, then local attraction exists there either one or both stations അല്ലേ. അപ്പം അത്രയും കാര്യങ്ങളാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം അല്ലേ. നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാട്ട് ആംഗിൾ ഈസ് deferred due is local attraction at a particular place detected if the forward bearing and back bearing അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ഏതാണ് വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. ഓപ്ഷൻ എ 180 ഡിഗ്രി ആണ് നമുക്കിവിടെ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം അല്ലെ. 6 എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ ട്രൂ ബിയറിംഗ് ഇഫ് ദ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ ഈസ് നോർത്ത് 37 ഡിഗ്രി വെസ്റ്റ് ആൻഡ് ദ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ് 2 ഡിഗ്രി ഈസ്റ്റ് അല്ലെ. ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഓപ്ഷൻ എ നോർത്ത് 39 ഡിഗ്രി വെസ്റ്റ്, ഓപ്ഷൻ ബി സൗത്ത് 39 ഡിഗ്രി നോർത്ത്, ഓപ്ഷൻ സി സൗത്ത് 35 ഡിഗ്രി ഈസ്റ്റ്, ഓപ്ഷൻ ഡി നോർത്ത് 35 ഡിഗ്രി വെസ്റ്റ് അല്ലേ. അപ്പൊ ഞാൻ ആൻസർ പറയുമ്പോൾ നിങ്ങളും കൂടെ അതൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം അല്ലെ. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം പറയാം, എന്നിട്ട് ഞാൻ വേറൊരു നോട്ടും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 അല്ലെ. 6 ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങോട്ട് മാറ്റിയെടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് what is the true bearing if the magnetic bearing of the line is north 37 degree west അല്ലെ and the magnetic declination is 2 degree east. അപ്പൊ നമ്മള് ഇപ്പം ലൈന് വരയ്ക്കുന്ന സമയത്ത് ഇവിടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഡിക്ലിനേഷൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഡിക്ലിനേഷൻ പറഞ്ഞിട്ടുള്ളത് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ അല്ലെ 2 ഡിഗ്രി ഈസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് 2 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുമ്പം എവിടെയാണ് വരിക? ഓക്കെ, അപ്പൊ ഇവിടെ ഡിക്ലിനേഷൻ പറഞ്ഞിട്ടുള്ളത് എത്രയായിരുന്നു? ഈസ്റ്റിലേക്കാണ് അല്ലെ. ഈസ്റ്റിലേക്കാണ് പറഞ്ഞിട്ടുള്ളത് 2 ഡിഗ്രി ഈസ്റ്റ്. 2 ഡിഗ്രി ഈസ്റ്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? നോർത്ത് നിന്ന് 2 ഡിഗ്രി ഈസ്റ്റിലേക്ക്, ഇവിടെയാണ് ആ ഒരു 2 ഡിഗ്രി വരുന്നതെങ്കിൽ ഇവിടെ നമുക്ക് 2 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം അല്ലെ. എന്നിട്ട് നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് ബിയറിംഗ് ആണ് അല്ലെ നമുക്കിവിടെ കാണേണ്ടത്. ട്രൂ ബിയറിംഗ് ആണ്, തന്നിട്ടുള്ളത് മാഗ്നറ്റിക് ബിയറിംഗ് ആണ്. മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറയുന്ന സമയത്ത് നോർത്ത് 37 ഡിഗ്രി വെസ്റ്റ് ആണ്. അപ്പൊ നമുക്കിത് മാഗ്നറ്റിക് നോർത്ത് എന്നാണല്ലേ നമ്മൾ ഈ ഒരു ആംഗിൾ എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് മാഗ്നറ്റിക് നോർത്ത് വരുമ്പം എവിടെയാണ്? മാഗ്നറ്റിക് നോർത്ത് ഇവിടെ ആയിരിക്കില്ല ഉണ്ടാവുക, 2 ഡിഗ്രി ഈസ്റ്റിലേക്ക് മാറിയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ആംഗിൾ കാണിക്കുന്ന സമയത്ത് എങ്ങനെയാണ് വരിക? ഇവിടെ നിന്നാണ് നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത് നോർത്ത് 37 ഡിഗ്രി വെസ്റ്റ്, ഇവിടെയാണ് നമുക്ക് നോർത്ത് 37 ഡിഗ്രി വെസ്റ്റ് കിട്ടിയിട്ടുള്ളത് എന്ന് വിചാരിക്കാം. 37 ഡിഗ്രി വെസ്റ്റ് അല്ലെ. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മാഗ്നറ്റിക് അല്ലെ. മാഗ്നറ്റിക് ബിയറിംഗ് ആണ് ഇത് വരുന്നത്. ഇത് നമുക്ക് കാണുന്നത് ട്രൂ ബിയറിംഗ് ആണ് അല്ലെ. ട്രൂ ബിയറിംഗ് കാണുന്ന സമയത്ത് എങ്ങനെയാണ്? ട്രൂ ബിയറിംഗ് കാണുന്ന സമയത്ത് ഇവിടെ നമുക്ക് ട്രൂ നോർത്ത് എവിടെയാണ് കാണിച്ചിട്ടുള്ളത്? ട്രൂ നോർത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണല്ലേ നമ്മൾ ട്രൂ നോർത്ത്. നമ്മൾ ഇവിടെ ഈ കാണിച്ചിട്ടുള്ള ഞാനിപ്പോ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് നോർത്ത് വരുന്നത്. അപ്പൊ നമുക്ക് ട്രൂ ബിയറിംഗ് വരാണെങ്കിൽ ഈ നോർത്ത് എന്നുള്ള ആംഗിൾ വേണം അല്ലെ. കറക്റ്റ് ഇപ്പൊ ഇവിടെ ബ്ലൂ കളറിൽ ഞാൻ കാണിച്ചിട്ടുള്ള ഇതാണ് അല്ലെ. ഇവിടെ ട്രൂ നോർത്ത് ട്രൂ ബിയറിംഗ് വരുന്നത്. ട്രൂ ബിയറിംഗ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ 37 ഡിഗ്രി അല്ലെ, 37 ഡിഗ്രി വെസ്റ്റ് നോർത്ത് 37 ഡിഗ്രി വെസ്റ്റ് അല്ലെ. അപ്പം അതിൽ നിന്ന് ഇപ്പൊ ഞാനിവിടെ റെഡ് കളറിൽ കാണിക്കുകയാണെങ്കിൽ ഈ ബിയറിംഗ് കുറയ്ക്കുകയാണ് അല്ലെ. കുറച്ച് കഴിഞ്ഞാലാണല്ലേ നമുക്ക് ഇവിടെ ബ്ലൂ കളറിൽ ഇപ്പൊ ഞാൻ റെഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു റെഡ് കളറിലുള്ള ബിയറിംഗ് കിട്ടുക. അപ്പൊ നമുക്ക് നോർത്ത് 37 ഡിഗ്രി വെസ്റ്റ് ഈ ഒരു 2 ഡിഗ്രി ഈസ്റ്റ് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ട്രൂ ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ബിയറിംഗ് എത്രയാണ് കിട്ടുക? 35 ഡിഗ്രി ആണ് അല്ലെ. 35 ഡിഗ്രി നോർത്ത്, 35 ഡിഗ്രി ഈസ്റ്റ് ആണ് വെസ്റ്റ് ആണ് കിട്ടുക. അപ്പം ആൻസറിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ നോർത്ത്. നമുക്ക് ഏതാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്? നോർത്ത് 35 ഡിഗ്രി വെസ്റ്റ് ആണ്. അപ്പൊ ഈ തന്നിട്ടുള്ളത് നോർത്ത് 35 ഡിഗ്രി വെസ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 6 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്.
അത് നോക്കി വെക്കാം. പിന്നെ നമുക്ക് ഇവിടെ വേറൊരു കാര്യം നോക്കാനുണ്ട് അല്ലേ. ഇതിപ്പോൾ നമുക്ക് നോർത്ത് സൗത്ത് ക്വാഡ്രൻഷ്യൽ ബിയറിംഗിൽ തരുമ്പോഴാണ് ഇതേ രീതിയിൽ നമ്മൾ വരച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ എളുപ്പമായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ക്വാഡ്രൻഷ്യൽ ബിയറിംഗ് തരികയാണെങ്കിലാണ് നമ്മൾ ഇതുപോലെ ചെയ്യുക. അല്ലാണ്ട് നമുക്ക് ഹോൾ സർക്കിൾ ബിയറിംഗ് അല്ലെ, ഹോൾ സർക്കിൾ ബിയറിംഗിലാണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു പോയിന്റ് ആണ്. അതിൽ റൂൾ 1ഉം റൂൾ 2ഉം ഉണ്ട്. റൂൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ബിയറിംഗ് കാണേണ്ടിയിട്ടുള്ള ഇക്വേഷൻ, റൂൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ബിയറിംഗ് കാണേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. അപ്പം എങ്ങനെയാണ് ട്രൂ ബിയറിംഗ് കാണുക? ട്രൂ ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ പ്ലസ് ഡിക്ലിനേഷൻ, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ ആണ് കേട്ടോ. അവിടെ നമുക്ക് ഡിക്ലിനേഷൻ പ്ലസ് എടുക്കുക എപ്പോഴാണ്? യൂസ് പ്ലസ് സൈൻ വെൻ ദ ഡിക്ലിനേഷൻ ഈസ് ഈസ്റ്റ് ആണ്. യൂസ് മൈനസ് സൈൻ വെൻ ദ ഡിക്ലിനേഷൻ ഈസ് വെസ്റ്റ്. ഇത് ട്രൂ ബിയറിംഗ് കാണേണ്ടതാണ്. ഇനി നമുക്ക് മാഗ്നറ്റിക് ബിയറിംഗ് അല്ലെ, മാഗ്നറ്റിക് ബിയറിംഗ് കാണാനാണെങ്കിലോ, മാഗ്നറ്റിക് ബിയറിംഗ് കാണാൻ ട്രൂ ബിയറിംഗ് ഓഫ് എ ലൈൻ പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ ആണ്. ഇവിടെ പ്ലസ് സൈൻ എടുക്കുന്നത് ഡിക്ലിനേഷൻ വെസ്റ്റ് ആവുന്ന സമയത്താണ്. യൂസ് മൈനസ് സൈൻ വെൻ ദ ഡിക്ലിനേഷൻ ഈസ് ഈസ്റ്റ് ആണ് ചെയ്യേണ്ടത് കേട്ടോ, ഈസ്റ്റ് ആണ്. അപ്പം ഈ ഒരു കണ്ടീഷൻ നോക്കണം. ഈ ഒരു കണ്ടീഷൻ ഓൺലി അപ്ലിക്കബിൾ ഇൻ ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ് കേട്ടോ. WCBയിലാണ് ഇത് എഫക്റ്റ് ആവുന്നത്. നിങ്ങൾക്ക് ഇതാണ് എളുപ്പമെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് പിക്ചർ വരയ്ക്കുന്നത് തന്നെയായിരിക്കും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുണ്ടാവും. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം വേണമെങ്കിൽ ഹോൾ സർക്കിളിലേക്ക് ആക്കിയിട്ട് മാറ്റിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആദ്യം ഇതിനെ ഹോൾ സർക്കിളിലേക്ക് മാറ്റിയിട്ട് വാല്യൂ എഴുതുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പം ഈസ്റ്റിലേക്കാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ മാഗ്നറ്റിക് ബിയറിംഗ് ആണ്, ട്രൂ ബിയറിംഗ് ആണ് കാണേണ്ടതെങ്കിൽ മൈനസ് എന്നുള്ള രീതിയിലും, ട്രൂ ബിയറിംഗ് ആണ് കാണേണ്ടതെങ്കിൽ ഡിക്ലിനേഷൻ ഈസ്റ്റ് തന്നു കഴിഞ്ഞാൽ പ്ലസ് ഒന്നും, അതുപോലെ തന്നെ ഡിക്ലിനേഷൻ വെസ്റ്റ് തന്നു കഴിഞ്ഞാൽ മൈനസ് എന്നുള്ള രീതിയിലും ചെയ്യാം. പക്ഷെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഈ ഒരു പിക്ചർ വരച്ച് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഹോൾ സർക്കിൾ ബിയറിംഗ് വാല്യൂസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ ഈ റൂൾ 1ഉം റൂൾ 2ഉം വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇത് ഞാൻ പറഞ്ഞതിന് ശേഷം ഇതേ സെയിം മെത്തേഡിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയില്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തായാലും പെർഫെക്റ്റ് ആവും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് എത്രത്തോളം സിമ്പിൾ ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ആൻസർ കിട്ടി അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 6 ആൻസർ കിട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം അല്ലെ. What is the variation of declination occurred due to magnetic storms such as earthquakes, and amount of variation may be even 1 or 2 degree. Options: option A annual variation, option B regular variation, option C secular variation, option D irregular variation. ഇത് നമ്മൾ വേരിയേഷൻ ആൻഡ് ഡിക്ലിനേഷൻ എന്നുള്ള ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ ചോദിച്ചിട്ടുള്ളത്. അപ്പം വേരിയേഷൻ ആൻഡ് ഡിക്ലിനേഷൻ ഏതൊക്കെ രീതിയിലുണ്ട്? അപ്പം നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ ആൻസർ ചെയ്യുക, അറിയാത്തവരാണെങ്കിൽ ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ പറയാം, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ടും നോക്കാം. അപ്പം നമുക്ക് ഈ ഒരു വേരിയേഷന് അല്ലെങ്കിൽ വേരിയേഷനും ഡിക്ലിനേഷൻ നമ്മൾ രണ്ടായിട്ടാണ് മെയിൻ ആയിട്ട് പറയുക. അത് റെഗുലർ വേരിയേഷനും പിന്നെ ഒന്ന് പറയുന്നത് ഇറഗുലർ വേരിയേഷൻ ആണ്. അപ്പം റെഗുലർ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരുന്ന വേരിയേഷൻ ആണ്? ആ ഒരു വേരിയേഷൻ ഇറ്റ് സെൽഫ് അല്ലെ, അതിന് തന്നെ താനേ വരുന്ന ഒരു വേരിയേഷനെയാണ് നമ്മൾ ഈ റെഗുലർ വേരിയേഷൻസ് എന്ന് പറയുന്നത് അല്ലെ. ഓരോ പീരീഡ്സ് മാറുന്നതിനനുസരിച്ചിട്ട്, അതുപോലെ തന്നെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ്സ് ഒക്കെ മാറുന്നതിനനുസരിച്ചിട്ട് ഉണ്ടാവുന്ന വേരിയേഷനെയാണ് നമ്മൾ റെഗുലർ വേരിയേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു റെഗുലർ വേരിയേഷൻ നമ്മൾ വീണ്ടും 3 ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ secular variation, annual variation, annual variation. തേർഡ് വൺ ആണ് ഡയണൽ ഓർ ഡെയിലി വേരിയേഷൻ അല്ലെ. അപ്പം ഇത്രയും 3 ആയിട്ട് നമ്മൾ ഈ ഒരു റെഗുലർ വേരിയേഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് പറയാം, എന്നിട്ട് നമുക്ക് നോട്ടിലേക്ക് വരാം. അപ്പം നമ്മൾ റെഗുലർ വേരിയേഷൻ നമ്മൾ വീണ്ടും സബാക്കിയിട്ട് 3 ആക്കി തിരിച്ചു എന്ന് പറഞ്ഞു അല്ലെ. അപ്പം അതിൽ വരുന്നതാണ് ഫസ്റ്റ് സെക്യുലാർ വേരിയേഷൻ. സെക്യുലാർ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരുന്ന വേരിയേഷൻ ആണ്? സെക്യുലർ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് മെറീഡിയൻസ്
സ്വിങ് ലൈക്ക് പെൻഡുലം അല്ലേ, അതുപോലെ സ്വിങ് ചെയ്തിട്ടുണ്ടാവുന്ന വേരിയേഷനെയാണ് നമ്മൾ സെക്യുലാർ വേരിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ആനുവൽ വേരിയേഷൻ അല്ലേ, ആനുവൽ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിന്റെ നമ്മൾ ഓരോ പീരീഡിൽ അല്ലെ 1 ഇയർ എന്നുള്ള രീതിയിൽ 2 ഇയർ എന്നുള്ള രീതിയിൽ ആനുവലി വരുന്നൊരു വേരിയേഷൻ ആണ് നമ്മൾ ആനുവൽ വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വണ്ണ്, ഇത് ഒരു സ്ഥലത്തും കോൺസ്റ്റന്റ് ആയിരിക്കില്ല കേട്ടോ. ഈ ഒരു ആനുവൽ വേരിയേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കില്ല, അത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഡയഗണൽ ഓർ ഡെയിലി വേരിയേഷൻ അല്ലെ, ഡെയിലി വേരിയേഷൻ അല്ലെങ്കിൽ ഡയഗണൽ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓസിലേഷൻ ഓഫ് ദ നീഡിൽസ് അല്ലെ. അപ്പൊ നമുക്ക് ഓരോ ദിവസങ്ങളിൽ ആ ഒരു ഓക്സിലേഷൻ ഓഫ് നീഡിൽസിന്റെ കാരണം ഉണ്ടാകുന്ന ആ ഒരു വേരിയേഷനെ നമ്മൾ പറയുന്നതാണ് ഡയഗണൽ ഓർ ഡെയിലി വേരിയേഷൻസ് എന്ന് പറയുന്നത്. ഈ ഒരു വേരിയേഷൻ എത്രയാണ് മാറുന്നത്, 1 minutes to about 12 minutes അല്ലെ, ഓരോ പ്ലേസിനനുസരിച്ചിട്ട് അതിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മൾ റെഗുലർ വേരിയേഷന്റെ ക്ലാസിഫിക്കേഷൻ ആണല്ലേ ഈ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇറഗുലർ വേരിയേഷൻ ഉണ്ട്. ഇറഗുലർ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, എർത്ത് കേക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാരണം ഉണ്ടാകുന്നത് അല്ലെ, മാഗ്നറ്റിക് സ്റ്റോംസ്, എർത്ത് കേക്ക്, വോൾക്കാനിക് എറപ്ഷൻ ഒക്കെ കാരണം ഉണ്ടാകുന്ന വേരിയേഷനെയാണ് നമ്മൾ ഇറഗുലർ വേരിയേഷൻ എന്ന് പറയുന്നത്. ഇത് എത്രയായിരിക്കും, 1 degree or 2 degree അറ്റ് എ ടൈം ആയിരിക്കും ഉണ്ടാവുക. ഇതും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേരിയേഷൻ ഡിക്ലറേഷന്റെ കാര്യത്തിൽ നോക്കാനുള്ളത്. വേരിയേഷൻ ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഡിക്ലിനേഷൻ കോൺസ്റ്റന്റ് അല്ലാത്തൊരു അവസ്ഥ അല്ലെ. അപ്പൊ ഡിക്ലിനേഷനിൽ ഉണ്ടാവുന്ന ഒരു കോൺസ്റ്റന്റ് അല്ലാത്തൊരു അവസ്ഥയാണ് ഇത് ഉണ്ടാവുന്നത്. ടൈം ടു ടൈമും അതുപോലെ അല്ലെങ്കിൽ പ്ലേസ് ടു പ്ലേസിലും ഇതിന് ചേഞ്ചസ് ഉണ്ടാവും അല്ലെ. അപ്പം അതാണ് ഈ ഒരു വേരിയേഷൻ ഇൻ ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ നോട്ട് വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. വേരിയേഷൻ ഇൻ ഡിക്ലിനേഷൻ അല്ലെ, വേരിയേഷൻ ഇൻ ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, the declination is not constant for any places but it changes from the time to time and place to place. The variation may be regular or irregular അല്ലെ, അതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ റെഗുലർ വേരിയേഷൻ ആണെങ്കിൽ this variation may itself be analyzed into several components of different periods and amplitudes. They secular, annual and diurnal or daily variation അല്ലെ. അപ്പൊ അതിലെന്താണ് സെക്യുലാർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ, ദ മാഗ്നറ്റിക് മെറീഡിയൻ swings like a pendulum. swings like a pendulum ഇതുപോലെ തന്നെയാണ് കേട്ടോ ക്വസ്റ്റ്യനിൽ എടുത്ത് ചോദിക്കുക. swings like a pendulum, it swings in one direction for a long period and gradually comes to rest and the swing is opposite direction അല്ലേ, swings in the opposite direction. പിന്നെ സെക്കൻഡ് വൺ ഏതാണ്, ആനുവൽ വേരിയേഷൻ ആണ് അല്ലെ. ആനുവൽ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഹാസ് എ പീരീഡ് ഓഫ് 1 year and therefore it is known as annual variation അല്ലെ. ആനുവൽ എന്നുള്ള ഒരു പേര് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. The amount of variation in difficult places 0 to plus or minus 12 minutes but it is not remains constant at any place എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ തേർഡ് വൺ എന്താണ്, ഡയഗണൽ ഓർ ഡെയിലി വേരിയേഷൻ അല്ലെ. അതെന്താണ്, ഇറ്റ് ഈസ് ആൻ ഓസിലേഷൻ ഓഫ് ദ നീഡിൽ ഫ്രം ഇറ്റ്സ് മീൻസ് പൊസിഷൻ ഡ്യൂറിങ് ദ ഡേ ആണ് അല്ലെ, അതും ആ ഒരു പേരിലുണ്ട്. ദ എമൗണ്ട് ഓഫ് ദിസ് വേരിയേഷൻ വേരീസ് ഫ്രം 1 minute to 12 minutes അറ്റ് ഡിഫറെന്റ് പ്ലേസസ് ആണ്, ഓർത്ത് വെക്കുക. അപ്പൊ നമ്മുടെ റെഗുലർ വേരിയേഷനും അതിന്റെ ക്ലാസിഫിക്കേഷനും പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് ഇറഗുലർ വേരിയേഷൻ നോക്കാം. Irregular variation എന്താണ്, these are occurred by magnetic storms such as earthquakes, volcanic eruptions and their amount may be even 10 or 20 at a time അല്ലേ. 10 അല്ല കേട്ടോ, ഇത് 1 degree or 2 degree at a time ആണ്. നോക്കുക, 1 degree or 2 degree at a time ആണ് വരുന്നത്. ഇറ്റ് മേ ഒക്കേർഡ് അറ്റ് എനി ടൈം, ഇറ്റ് കനോട്ട് ബി പ്രെഡിക്റ്റഡ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നാലോ. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്, ഇറ്റ് വേരിയേഷൻ ഓഫ് ഡിക്ലിനേഷൻ occur due to magnetic storms such as earthquakes and amount of variation may be even 1 degree or 2 degree എന്ന് ചോദിച്ചാൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ, ഇറഗുലർ വേരിയേഷൻ ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ
8 നോക്കാം അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 8 എന്താണ്? ഇതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണല്ലേ ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ വേരിയേഷൻ ഇഫ് ദ മാഗ്നറ്റിക് ബിയറിംഗ് സ്വിങ്സ് ലൈക്ക് എ പെൻഡുലം ഇൻ വൺ ഡയറക്ഷൻ for long period the gradually comes rest and then swings in opposite direction അല്ലെ. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ല, നമ്മൾ പഠിച്ച ആ ഒരു ടേം അതേപോലെ തന്നെയാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഡെയിലി വേരിയേഷൻ, ഓപ്ഷൻ ബി ഇറഗുലർ വേരിയേഷൻ, ഓപ്ഷൻ സി ആനുവൽ വേരിയേഷൻ, ഓപ്ഷൻ ഡി സെക്യുലാർ വേരിയേഷൻ അല്ലെ. നമുക്ക് മാഗ്നറ്റിക് മെറീഡിയൻ സ്വിങ്സ് ലൈക്ക് എ പെൻഡുലം അല്ലെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 8 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ. സെക്യുലാർ വേരിയേഷൻ ആണ് ആൻസർ വരുന്നത്. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ കാര്യമായതിനെ കൊണ്ട് വീണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. വാട്ട് ഈസ് ദ കോമ്പസ് with the graduations are marked as south with 0 degree and north with 180 degree അല്ലെ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കോമ്പസ് സർവേയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. അട്രാക്ഷൻ ആണെങ്കിൽ ഫോർ ബിയറിംഗ്, ബാക്ക് ബിയറിംഗ് എന്നൊക്കെ നമ്മൾ ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഏത് കോമ്പസ് ആണ് 0 ഡിഗ്രി സൗത്തിലും 180 ഡിഗ്രി നോർത്തിലും കാണിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കാം, ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം ആൻസറിലേക്ക് വരാം. ഓപ്ഷൻ എ പ്രിസ്മാറ്റിക് കോമ്പസ്, ഓപ്ഷൻ ബി സർവേയർ കോമ്പസ്, ഓപ്ഷൻ സി മാഗ്നറ്റിക് കോമ്പസ്, ഓപ്ഷൻ ഡി ട്രഫ് കോമ്പസ് അല്ലെ. ഏതാണ് ആൻസർ വരുന്നത്? നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു പ്രിസ്മാറ്റിക് കോമ്പസും അതുപോലെ തന്നെ സർവേയേഴ്സ് കോമ്പസും എന്നുള്ളത് നോക്കാം അല്ലെ. അപ്പൊ നമ്മൾ പ്രിസ്മാറ്റിക് കോമ്പസിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം പ്രിസ്മാറ്റിക് കോമ്പസ് ഇത് സർവേയേഴ്സ് കോമ്പസ് ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നോക്കേണ്ടത്? പ്രിസ്മാറ്റിക് കോമ്പസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നീഡിൽ ഏത് ടൈപ്പ് ആയിരിക്കും? നീഡിൽ വരുന്നത് ബ്രോഡ് ടൈപ്പ് ആയിരിക്കും അല്ലെ. നീഡിൽ വരുന്നത് ബ്രോഡ് ടൈപ്പ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം പ്രിസ്മാറ്റിക് കോമ്പസ് ബ്രോഡ് ടൈപ്പ് അല്ലെ. ഇപ്പൊ സർവേയേഴ്സ് കോമ്പസിലാണെങ്കിലോ, സർവേയേഴ്സ് കോമ്പസിൽ വരുന്ന നീഡിൽ എന്ന് പറഞ്ഞാൽ എഡ്ജ് ബാർ നീഡിലാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രിസ്മാറ്റിക് കോമ്പസിൽ റീഡിങ് എടുക്കുന്നത് അല്ലെ. പ്രിസ്മാറ്റിക് കോമ്പസിൽ റീഡിങ് എടുക്കുന്നത് എങ്ങനെയാണ്? റീഡിങ് നമ്മൾ ഹോൾ സർക്കിൾ ആയിട്ടാണ് അല്ലെ പ്രിസ്മാറ്റിക് കോമ്പസിൽ എടുക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ പ്രിസ്മാറ്റിക് കോമ്പസിൽ മെഷർമെന്റ് എടുക്കുന്നത് ഹോൾ സർക്കിൾ ആയിട്ടായിരിക്കും. ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ് നമ്മൾ പ്രിസ്മാറ്റിക് കോമ്പസിൽ എടുക്കുക. സർവേയേഴ്സ് കോമ്പസിലാണെങ്കിൽ ക്വാഡ്രൻഷ്യൽ ബിയറിംഗ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ട് തന്നെയുള്ള അടുത്ത കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പ്രിസ്മാറ്റിക് കോമ്പസിൽ എവിടെയാണ് 0 മാർക്ക് ചെയ്യുക? അപ്പൊ നമ്മൾ ഇതാണ് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എങ്കിൽ നമ്മൾ പ്രിസ്മാറ്റിക് കോമ്പസിൽ ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ് എടുക്കുക എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ഇതിൽ 0 എടുത്ത് തുടങ്ങുന്നത് എവിടെയാണ്? 0 എടുക്കുന്നത് ഇവിടെയാണല്ലേ. 0 സൗത്തിലായിരിക്കും ഉണ്ടാവുക. പിന്നെ വെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് എത്രയാണ്? 90 ഡിഗ്രി ആണ് ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നോർത്തിൽ വരുന്ന സമയത്ത് 180 ഡിഗ്രി ആണ് ഉണ്ടാവുക. ഈസ്റ്റിൽ വരുമ്പം 270 ഡിഗ്രി ആണ് ഉണ്ടാവുക. നമ്മൾ ഹോൾ സർക്കിൾ ബിയറിംഗ് നമ്മൾ എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടാവുക? ഇതേ രീതിയിലാണ് അല്ലെ. ഹോൾ സർക്കിൾ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിലാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് സൗത്ത് നിന്നാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ 0 ഡിഗ്രി മാർക്സ് അറ്റ് സൗത്ത് ഡിഗ്രി ആണ്, 180 ഡിഗ്രി മാർക്സ് അറ്റ് നോർത്ത് ഡിഗ്രി ആണ്. പക്ഷെ നമ്മളിവിടെ എടുക്കുന്നത് ഹോൾ സർക്കിൾ ആണ്. ജസ്റ്റ് 0 എവിടെയാണ് 180 ഡിഗ്രി ആണെന്നുള്ളത് പറയുന്നേ ഉള്ളൂ. പക്ഷെ മറിച്ച് ക്വാഡ്രൻഷ്യൽ ബിയറിംഗിലാണെങ്കിലോ, നമ്മളിപ്പോ ക്വാഡ്രൻഷ്യൽ ബിയറിംഗിലാണ് പറയുന്നതെങ്കിൽ ക്വാഡ്രൻഷ്യൽ ബിയറിംഗിൽ സെയിം നമ്മളിപ്പം ഇവിടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്തു അല്ലെ. നമ്മൾ ക്വാഡ്രൻഷ്യൽ ബിയറിംഗിൽ എങ്ങനെയാണ്? ഓരോ ക്വാഡ്രന്റിലാണ് നമ്മൾ ബിയറിംഗ് എടുക്കുക. നമ്മൾ കുറച്ചുകൂടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത പോലെ നോർത്ത് നിന്ന് ഇത്ര ഡിഗ്രി ഈസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ സൗത്ത് നിന്ന് ഇത്ര ഡിഗ്രി വെസ്റ്റ് ആയിട്ട്, സൗത്ത് നിന്ന് ഇത്ര ഡിഗ്രി ഈസ്റ്റ് ആയിട്ട് എന്നുള്ള രീതിയിലായിരിക്കും അല്ലെ നമ്മൾ ആംഗിൾ പറയാം. അപ്പൊ നമ്മൾ ഇതിൽ എവിടെയാണ് 0 ഡിഗ്രി മാർക്ക് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോർത്തിലും സൗത്തിലും 0 ഡിഗ്രിയാണ് മാർക്ക് ചെയ്യുക. 0 ഡിഗ്രി മാർക്ക് സെറ്റ് സൗത്ത് ആൻഡ് നോർത്ത് ആണ്.
എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കുക എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ടേക്ക് അല്ലേ, നോർത്ത് നിന്ന് ഈസ്റ്റിലേക്ക് എടുക്കും, നോർത്ത് നിന്ന് വെസ്റ്റിലേക്ക് എടുക്കും, സൗത്ത് നിന്ന് വെസ്റ്റിലേക്ക് എടുക്കും, സൗത്ത് നിന്ന് ഈസ്റ്റിലേക്ക് എടുക്കും അല്ലേ. ഇതുപോലെ ആയിരിക്കും നമ്മൾ ക്വാഡ്രൻഷ്യൽ ബിയറിംഗ് പറയുക. അതിൽ വെസ്റ്റിലും അതുപോലെ തന്നെ ഈസ്റ്റിലും 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പൊ അതും കൂടെ മനസ്സിലാക്കി വെക്കുക. സിമ്പിളാണ്, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പൊ നമ്മള് ഇങ്ങനെയാണ് മെഷർമെന്റ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പ്രിസ്മാറ്റിക് കോമ്പസിൽ വേറെ എന്താണ് വരുന്നത്? പ്രിസ്മാറ്റിക് കോമ്പസിൽ എങ്ങനെയാണ് ഈ ഒരു ഗ്രാജുവേഷൻസ് ഉണ്ടാവുക? ഗ്രാജുവേഷൻസ് എൻഗ്രേവ് ആൻഡ് എറക്റ്റ് ആയിരിക്കും അല്ലെ. എൻഗ്രേവ് ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും ഗ്രാജുവേഷൻസ് ഉണ്ടാവുക. പ്രിസ്മാറ്റിക് കോമ്പസിലാണ് ഗ്രാജുവേഷൻസ് എൻഗ്രേവ്ഡ് ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ട് ഉണ്ടാവുക. സർവേയേഴ്സ് കോമ്പസിലാണെങ്കിൽ ഗ്രാജുവേഷൻസ് ആർ എൻഗ്രേവ്ഡ് ആൻഡ് ഇറക്റ്റ് ആയിരിക്കും അല്ലെ ഉണ്ടാവുക. അപ്പം അത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രിസ്മാറ്റിക് കോമ്പസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രിപ്പോഡ് ഇല്ലാണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. യൂസ് വിത്തൗട്ട് ട്രിപ്പോഡ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പ്രിസ്മാറ്റിക് കോമ്പസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ട്രിപ്പോഡ് വെച്ചിട്ടും അതുപോലെ തന്നെ ട്രിപ്പോഡ് ഇല്ലാണ്ടും നമുക്ക് യൂസ് ചെയ്യാം. വിത്ത് ഓർ വിത്തൗട്ട് ട്രിപ്പോഡ് അല്ലെ. വിത്ത് ഓർ വിത്തൗട്ട് ട്രിപ്പോഡ് പ്രിസ്മാറ്റിക് കോമ്പസിൽ ഓർക്കേണ്ടത്. പക്ഷെ സർവേയേഴ്സ് കോമ്പസിലാണെങ്കിൽ കനോട്ട് ബി യൂസ്ഡ് വിത്തൗട്ട് ട്രിപ്പോഡ് അല്ലെ. ട്രിപ്പോഡ് മസ്റ്റ് ആയിരിക്കും. അപ്പം അതാണ് പ്രിസ്മാറ്റിക് കോമ്പസിൽ നോക്കേണ്ട ഒരു കാര്യം അല്ലെ. ഓക്കെ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അത് പറയുന്ന സമയത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വൺ അല്ലേ, മാഗ്നറ്റിക് നീഡിൽ. പ്രിസ്മാറ്റിക് കോമ്പസിന്റെ മാഗ്നറ്റിക് നീഡിലാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ദ നീഡിൽ ഈസ് ബ്രോഡ് ടൈപ്പ് അല്ലെ. നീഡിൽ ഈസ് ബ്രോഡ് ടൈപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നീഡിൽ ഡസ് നോട്ട് ആക്ട് ആസ് ആൻ ഇൻഡെക്സ് എന്നുള്ളത് ഓർത്ത് വെക്കുക. കമ്പയർ ചെയ്ത് തന്നെ പറയാം കേട്ടോ. സർവേസ് കോമ്പസിലാണെങ്കിലോ ദ നീഡിൽ ഈസ് എഡ്ജ് ബാർ നീഡിലാണ്, ടൈപ്പ് ഓഫ് ദ നീഡിൽ ആൻഡ് ആക്ട് ആസ് എ ലൈൻ ഇൻഡെക്സ് ഓൾസോ എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഗ്രാജുവേഷൻസ് അല്ലെ. ഇത് ഗ്രാജുവേറ്റഡ് റിങ് എങ്ങനെയാണ് വരുന്നത്? ദ ഗ്രാജുവേറ്റഡ് റിങ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് ദ നീഡിൽ. ദ റിങ് ഡസ് നോട്ട് റൊട്ടേറ്റ് അലോങ് ദ ലൈൻ ഓഫ് സൈറ്റ് അല്ലെ. അപ്പം ലൈൻ ഓഫ് സൈറ്റിന്റെ കൂടെ ഗ്രാജുവേഷൻ റിങ് റൊട്ടേറ്റ് ചെയ്യില്ല. സർവേസ് കോമ്പസിലാണെങ്കിലോ ദ ഗ്രാജുവേറ്റഡ് റിങ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ ബോക്സ് ആൻഡ് നോട്ട് ദ നീഡിൽ അല്ലെ. ദ റിങ് റൊട്ടേറ്റ്സ് അലോങ് വിത്ത് ദ ലൈൻ ഓഫ് സൈറ്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ അല്ലെ. ദ ഗ്രാജുവേഷൻസ് ആർ ഇൻ ഹോൾ സർക്കിൾ ബിയറിംഗിലായിരിക്കും ഉണ്ടാവുക പ്രിസ്മാറ്റിക് കോമ്പസിൽ. ഹാവിങ് 0 at സൗത്ത് ആൻഡ് 90 at വെസ്റ്റ്, 180 at നോർത്ത് ആൻഡ് 270 at ഈസ്റ്റ് അല്ലെ. അതുപോലെ തന്നെ ദ ഗ്രാജുവേഷൻസ് എൻഗ്രേവ്ഡ് ആർ എൻഗ്രേവ്ഡ് ആൻഡ് ഇൻവേർട്ടഡ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇവിടെ എന്താണ്? സർവേസ് കോമ്പസിലേക്ക് വരുന്ന സമയത്ത് ദ ഗ്രാജുവേഷൻസ് ആർ ഇൻ ക്വാഡ്രൻഷ്യൽ ബിയറിംഗ് സിസ്റ്റത്തിലാണ്. ഹാവിങ് 0 at നോർത്ത് ആൻഡ് സൗത്ത് അല്ലെ. അതുപോലെ തന്നെ 90 ഡിഗ്രി at ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ദ ഗ്രാജുവേഷൻസ് എൻഗ്രേവ്ഡ് ആർ എറക്റ്റ് അല്ലെ. ഇനി നമുക്ക് സൈറ്റിംഗ് വെയിൻ നോക്കിക്കഴിഞ്ഞാൽ ദ ഒബ്ജക്റ്റ് വെയിൻ കൺസിസ്റ്റ് ഓഫ് മെറ്റൽ വെയിൻ വിത്ത് വെർട്ടിക്കൽ ഹെയറിലാണ് പ്രിസ്മാറ്റിക് കോമ്പസിൽ വരുന്നത്. സർവേയേഴ്സ് കോമ്പസിലാണെങ്കിൽ ദ ഒബ്ജക്റ്റ് വെയിൻ കൺസിസ്റ്റ് ഓഫ് മെറ്റൽ വെയിൻ വിത്ത് വെർട്ടിക്കൽ ഹെയർ ആണ് വരുന്നത്. പിന്നെ റീഡിങ്സ് അല്ലെ. ഇതിങ്ങനെ വായിക്കുന്ന സമയത്ത് കുറച്ച് ബോറിംഗ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം എന്താണ് പ്രിസ്മാറ്റിക്, എന്താണ് സർവേയർ എന്നുള്ളത് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സൈറ്റിംഗ് വെയിൻ അല്ലേ. ഇത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ നമുക്ക് തേർഡ് പോയിന്റ് വരുന്നത് സൈറ്റിംഗ് വെയിൻ അല്ലേ. ദ ഒബ്ജക്റ്റ് വെയിൻ കൺസിസ്റ്റ് ഓഫ് മെറ്റൽ വെയിൻ വിത്ത് വെർട്ടിക്കൽ ഹെയർ ആണ് പ്രിസ്മാറ്റിക് കോമ്പസിൽ. സർവേയേഴ്സ് കോമ്പസിലാണെങ്കിലോ എങ്ങനെയാണ് വരുന്നത്? ദ ഒബ്ജക്റ്റ് വെയിൻ കൺസിസ്റ്റ് ഓഫ് മെറ്റൽ വെയിൻ വിത്ത് വെർട്ടിക്കൽ ഹെയർ ആണ് വരുന്നത്. ഓക്കെ, ഇനി പോയിന്റ് 4 നോക്കിക്കഴിഞ്ഞാൽ റീഡിംഗ് അല്ലേ. ദ റീഡിങ്സ് പ്രിസ്മാറ്റിക് കോമ്പസിൽ ദ റീഡിംഗ് ടേക്കൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രിസം അല്ലെ. പ്രിസം പ്രൊവൈഡഡ് വിത്ത് ഐവേൻ ആണ്. സൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ക്യാൻ ബി ഡൺ സൈമിൾട്ടേനിയസ്ലി
ഫ്രം വൺ പൊസിഷൻ ഓഫ് ദ ഒബ്സർവർ ആണ്. പക്ഷെ നമ്മൾ സർവേസ് കോമ്പസിൽ എടുക്കുകയാണെങ്കിലോ ദ റീഡിംഗ് ഈസ് ടേക്കൺ ബൈ ഡയറക്ട്ലി സീയിങ് ത്രൂ ദ ടോപ്പ് ഓഫ് ദ ഗ്ലാസ്. സൈറ്റിംഗ് ആൻഡ് റീഡിംഗ് കനോട്ട് ബി ഡൺ സൈമിൾട്ടേനിയസ്ലി അല്ലെ, കനോട്ട് ബി ഡൺ സൈമിൾട്ടേനിയസ്ലി ഫ്രം വൺ പൊസിഷൻ ഓഫ് ദ ഒബ്സർവർ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി പോയിന്റ് 5 നോക്കുകയാണെങ്കിൽ ട്രൈപോഡ് അല്ലെ, നമ്മളെ പ്രിസ്മാറ്റിക് കോമ്പസിൽ വിത്ത് ഓർ വിത്തൗട്ട് ട്രൈപോഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സർവേസ് കോമ്പസിൽ കനോട്ട് ബി യൂസ്ഡ് വിത്തൗട്ട് ട്രിപ്പോഡ് ആണ് അല്ലേ. അപ്പൊ ഇത്രയും പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നാലോ. ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ കോമ്പസ് വിത്ത് ദ ഗ്രാജുവേഷൻസ് ആർ മാർക്ക്ഡ് അറ്റ് സൗത്ത് വിത്ത് 0 ആൻഡ് നോർത്ത് വിത്ത് 180 അല്ലെ. ഏതാണ് വരുന്നത്? നമ്മള് ഇതേ രീതിയിൽ അല്ലെ, എങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുള്ളത്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. സൗത്തിൽ 0 മാർക്ക് ചെയ്യുന്നതും നോർത്തിൽ 180 മാർക്ക് ചെയ്യുന്നതും എങ്ങനെയാണ്? നമ്മൾ ഹോൾ സർക്കിൾ ബിയറിംഗ് എടുക്കുന്ന സമയത്താണ് അല്ലെ. ഹോൾ സർക്കിൾ ബിയറിംഗ് എവിടെ ആണ് വരുന്നത്? പ്രിസ്മാറ്റിക് കോമ്പസിലാണ് അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 9 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 9 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പ്രിസ്മാറ്റിക് കോമ്പസിലാണ് നമ്മൾ ഇതേ രീതിയിൽ ആംഗിൾ എടുക്കുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് 10th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ കോമ്പസ് ദാറ്റ് ഹാസ് ഗ്രാജുവേറ്റഡ് മാർക്ക് 0 അറ്റ് നോർത്ത് ആൻഡ് സൗത്ത് അല്ലെ, 90 ഡിഗ്രി അറ്റ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അത് ഏതിലായിരുന്നു വരുന്നത്? നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലെ. അപ്പൊ നമ്മൾ സൗത്തിലും 0 നോർത്തിലും 0 ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഇതേ രീതിയിൽ അല്ലെ ഓരോ ക്വാഡ്രന്റിലായിട്ടായിരിക്കും നമ്മൾ മെഷർമെന്റ് എടുക്കുക. ഇവിടെ ഇതിൽ ഈസ്റ്റിൽ 90 വെസ്റ്റിൽ 90 അല്ലെ. ഇതേ രീതിയിൽ വരുന്നത് ക്വാഡ്രൻഷ്യൽ ബിയറിംഗ് ആണ്. ക്യൂബി എന്ന് പറയാൻ പറ്റും. ക്വാഡ്രൻഷ്യൽ ബിയറിംഗ് വരുന്നത് ഏതിലാണ്? സർവേയർ കോമ്പസിലാണ് അല്ലെ. സർവേയേഴ്സ് കോമ്പസിലാണ് വരുന്നത്. അപ്പം ആൻസർ വരുന്നത് ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 10 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നോക്കി വെക്കുക. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ ഇതൊക്കെ, പക്ഷെ അറിഞ്ഞിരിക്കണം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. പിന്നെ ഈ ഒരു കോമ്പസ് സർവേയിങ്ങിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതായിട്ടും ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസും അധികം എക്സാമിന് കണ്ടുവരാറുണ്ട്. അപ്പോൾ നിങ്ങൾ അത് വർക്കൗട്ട് അറിയാത്തവരാണെങ്കിൽ എന്തായാലും വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക. വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിട്ട് തോന്നും. പിന്നെ ഈ ഒരു പ്രിസ്മാറ്റിക് കോമ്പസ്, സർവേസ് കോമ്പസ് ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ഏത് എക്സാം ചോദിച്ചു കഴിഞ്ഞാലും ആ ഒരു എക്സാമിൽ എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലെ. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. എപ്പോഴും പറയാറുള്ള പോലെ നമ്മളിത് നിമ്മി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. ഏറ്റവും കൂടുതൽ ഉപകാരമാവുക ഗ്രേഡ് 3 എക്സാംസിനായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഗ്രേഡ് 3 എക്സാംസിനാണെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ബുക്സിൽ റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ എക്സാംസിന് വരുന്ന സമയത്ത് എന്തെങ്കിലും ആൻസേഴ്സിൽ കറക്ഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണിക്കാൻ പറ്റും അല്ലേ. ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി സബ്ജക്റ്റ് വെച്ചിട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എക്സാമിന് ടൈം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇപ്പം ഓരോ കാര്യങ്ങൾ മാറ്റി വെക്കരുത്. കിട്ടുന്ന സമയമൊക്കെ മാക്സിമം പഠിക്കാൻ നോക്കുക. എന്തായാലും നിങ്ങൾ ആ ഒരു എയിമിൽ എത്തുന്നവരെ കറക്റ്റ് പഠിച്ചു പോവുക. ഡെയിലി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. ഓരോ സബ്ജക്റ്റും അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിച്ച് തന്നെ പഠിക്കുക. സിലബസ് ഒന്നും വന്നിട്ടില്ലെങ്കിലും എല്ലാ പോർഷൻസും കവർ ചെയ്യുക. അപ്പോൾ സിലബസ് വരുന്ന സമയത്ത് ആ സിലബസിലുള്ള പോർഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതിയായിരിക്കും അല്ലേ. എന്നിട്ട് ആ ഒരു ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസും കൂടുതൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ബെറ്റർ ആയിട്ട് നിങ്ങളെ തന്നെ ഒരു ബെറ്റർ വേർഷൻ ആക്കിയിട്ട് എക്സാം വരുമ്പോഴേക്ക് മാറ്റാൻ പറ്റും. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാമിൻ്റെ വീഡിയോൻ്റെത് ടെലിഗ്രാമിൽ നോട്ട് ഇടുന്നതിൻ്റെത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തായാലും പറ്റുന്ന പോലെ സ്പീഡിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സസിൻ്റെ സ്ലൈഡ്സ് PDF ആയിട്ട് അതിൽ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.